അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. റെയിൽവേ സോൺസ് എപ്പോഴും നാം ആവശ്യപ്പെടുന്നു, പരിഗണിക്കാമെന്നവർ പറയുന്നു, പക്ഷേ ആ പരിഗണന കാണുന്നില്ല. ഇത്തവണ റെയിൽവേ സോൺ മാത്രമല്ല, അതിവേഗ റെയിൽവേയെ പറ്റിയുള്ള വ്യക്തത വേണം. അതിൻ്റെ പേരല്ല വിഷയം. ആളുകൾക്ക് സഞ്ചരിക്കാൻ വേഗത്തിൽ പോകാനാകണം. അതിന് ഏറ്റവും ഉചിതമായ രീതിയിൽ കേരളത്തിലെ ഒരു പ്രശ്നം സ്ഥലലഭ്യതയുടെ കുറവാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതങ്ങളെയും അവരുടെ കൃഷിയിടങ്ങളെയും അവരുടെ വാസസ്ഥലങ്ങളെയും ഒന്നും ബാധിക്കാത്ത മട്ടിൽ ഏറ്റവും ചുരുങ്ങിയ സ്ഥലവിനിയോഗം കൊണ്ട് ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റിയ ഒരു പദ്ധതിയാണ് കേരളത്തിൽ വേണ്ടത്. അതിനെപ്പറ്റിയുള്ള തർക്കങ്ങൾക്ക് അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ പരിഗണന വേണം. ഇതൊരു ചെറിയ ഭൂഭാഗമാണ്. ഇവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ അളവിലുള്ള ഭൂമിയുടെ വിനിയോഗം വഴി ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റിയ റെയിൽവേ വേണം. അതിനുള്ള സാങ്കേതിക ജ്ഞാനം ഇപ്പോൾ ഉണ്ട്, ആൾക്കാരുണ്ട്. കേരള ഗവൺമെൻറ് അതിനുവേണ്ടി പൂർണ്ണ രംഗത്തുണ്ട്, പിടിവാശിയൊന്നും സർക്കാരിനില്ല. അതുകൊണ്ട് ഈ അനുകൂല കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അതിവേഗ റെയിൽ പദ്ധതിയെപ്പറ്റി കൂടി കേൾക്കാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. ഏത് പദ്ധതിയായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. കേരളത്തിൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ ഈ ശ്രീധരനോ ഒന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ആ പദ്ധതിയില്ല. പക്ഷേ അതിവേഗ റെയിലുണ്ടാകും. കേരള സർക്കാരിന് പിടിവാശികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ പ്രശ്നം എന്താ? ഇവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡുണ്ട്, ഭൂലഭ്യത കുറവാണ്. ഇത്രയും ഭൂലഭ്യത കുറഞ്ഞ ഇടത്ത് പദ്ധതികൾ ഏത് വരുമ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല, വാസസ്ഥലങ്ങളെ ബാധിക്കാൻ പാടില്ല, കൃഷിഭൂമിയെ ബാധിക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ അതിനെയൊക്കെ സ്പർശിക്കാവൂ എന്ന കാര്യം ഉറപ്പാക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് പോക്കുന്ന പ്രയാസം ഉണ്ടാകും. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആലോചിക്കണം. അതിൽ എല്ലാ അറിവുകളും ഉപയോഗപ്പെടുത്തണം. അതിൽ ഈ ശ്രീധരനോ അല്ലെങ്കിൽ വേറൊരാളോ ഒന്നും വർജ്യനല്ല. എല്ലാ നോഹവും ഉപയോഗപ്പെടുത്തണം. ഈ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിൽ ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതും അങ്ങനെ ഒരുപാട് ആളുകളുടെ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, കേരള പദ്ധതി ആ രൂപത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ആ സ്ഥലം ഏറ്റെടുത്ത് എന്താ ചെയ്യാം? അതിൻ്റെ അർത്ഥം ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് അവിടെ നിർബാധം ഉപയോഗപ്പെടുത്തുന്നതാണ്. അതുപോലെ ഇപ്പം റൺവേയുടെ വികസനം, കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് MP ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞില്ല. പക്ഷേ ഇത്തവണയും അതിനകത്തൊരു കാര്യമായ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല. കരിപ്പൂരിൻ്റെ വികസനം പൂർത്തിയാകണമെങ്കിൽ റൺവേ ഉണ്ടാകണം. റൺവേയുടെ പ്രശ്നങ്ങൾക്ക് നമുക്കറിയാം, അതൊരു ഹിൽ ടോപ്പാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെപ്പറ്റിയുള്ള എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയിട്ട് കരിപ്പൂരിൽ വലിയ വിമാനം ഇറങ്ങാൻ പറ്റിയ തരത്തിലുള്ള വികസനം വേണം. അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഒന്നുകൂടി ഒരു ക്ലാരിറ്റി, കേരളത്തിൻ്റെ ഭാഗമായി മഞ്ഞക്കുറ്റി അതിനപ്പുറം ഒന്നും പറയാനില്ല. അതിനപ്പുറം ഒന്നും പറയാനില്ല. അതിനപ്പുറം ആ സ്ഥിതിക്ക് മാറ്റം വരും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.